ജെറമിയ അധ്യായം 39. യൂദാ രാജാവായ സെദെക്കിയായുടെ ഭരണത്തിൻ്റെ 9-ാം വർഷം 10-ാം മാസം ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ തൻ്റെ സൈന്യം മുഴുവനോടും കൂടെ ജെറൂസലേം വളഞ്ഞു. സെദെക്കിയായുടെ 11-ാം വർഷം 4-ാം മാസം 9-ാം ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു. ജെറൂസലേം പിടിച്ചടക്കിയ ശേഷം ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർ സിൻമാഗീറിലെ പ്രഭു നെർഗാൽ ഷരേസർ, കൊട്ടാരം വിചാരിപ്പുകാരൻ നെബുഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെർഗാൽ ഷരേസർ എന്നിവരും മറ്റ് സേവകന്മാരും നഗരത്തിൻ്റെ മധ്യവാതിൽക്കൽ സമ്മേളിച്ചു. അവരെ കണ്ടപ്പോൾ സെദെക്കിയ രാജാവും യോദ്ധാക്കളും രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലൂടെ 2 മതിലുകൾക്കിടയിലുള്ള വാതിലുകൾ കടന്ന് അരാബായിലേക്കുള്ള വഴിയെ പലായനം ചെയ്തു. എന്നാൽ കൽദായ സൈന്യം അവരെ പിന്തുടർന്നു. ജെറീക്കോ സമുദ്രത്തിൽ വെച്ച് സെദെക്കിയായെ വളഞ്ഞ് തടവുകാരനാക്കി ഹമാത്ത് പ്രദേശത്ത് റിബ്ലായിൽ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സെദെക്കിയായുടെ മേൽ അവൻ വിധി കൽപ്പിച്ചു. ബാബിലോൺ രാജാവ് അവിടെ വെച്ച് സെദെക്കിയ കാണെ അവൻ്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു. സെദെക്കിയായുടെ കണ്ണുകൾ ചൂഴ്ന്നു കളഞ്ഞ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കൽദായർ രാജകൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടരിച്ചു. ജെറുസലം മതിലുകൾ ഇടിച്ചു തകർത്തു. തൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായകനായ നെബൂസരദാൻ ബാബിലോണിലേക്ക് നാടുകടത്തി. എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കുറെ ദരിദ്രരെ യൂദാദേശത്ത് തന്നെ അവൻ പാർപ്പിച്ചു. അവർക്ക് മുന്തിരിത്തോട്ടങ്ങളും വയലുകളും നൽകി. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സേനാനായകനായ നെബുസരാദാനോട് ജെറമിയായെക്കുറിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: നീ അവനെ കൊണ്ടുവന്ന് പരിരക്ഷിക്കുക. അവന് യാതൊരു ഉപദ്രവവും നേരിടരുത്. അവൻ ആവശ്യപ്പെടുന്നത് പോലെ നീ അവനോട് വർത്തിച്ചുകൊള്ളണം. അതനുസരിച്ച് ബാബിലോൺ രാജാവിൻ്റെ അംഗരക്ഷകനായ നെബൂസരദാൻ, കൊട്ടാരം വിചാരിപ്പുകാരനായ നെബുഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെർഗാൽ ഷരേസർ എന്നിവരും മറ്റ് സേവകരും ചേർന്ന് ആളയച്ചു. ജെറമിയായെ കാവൽപുരത്തളത്തിൽ നിന്ന് വരുത്തി അവനെ ഷാഫാൻ്റെ മകനായ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചു. അവൻ ജെറമിയായെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ജെറമിയ ജനത്തിൻ്റെ ഇടയിൽ വസിച്ചു. കാവൽപുരത്തളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: നീ പോയി എത്യോപ്യക്കാരൻ എബെദ്-മെലേക്കിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പറഞ്ഞിരുന്നത് പോലെ നന്മയല്ല തിന്മ ഈ നഗരത്തിന്മേൽ ഞാൻ വരുത്താൻ പോകുന്നു. നിന്റെ കണ്ണുകൾ അത് കാണും. അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാവുകയില്ല. യുദ്ധസമ്മാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു, കർത്താവ് അരുളി ചെയ്യുന്നു. Chapter 39. When Jerusalem was taken, in the 10th month of the 9th year of Zedekiah king of Judah, Nebuchadnezzar king of Babylon and all his army marched against Jerusalem and besieged it. On the 9th day of the 4th month, in the 11th year of Zedekiah, a breach was made in the city's defenses. All the princes of the king of Babylon came and occupied the middle gate. Nergal-Sharezer of Shemagar, the chief officer, Nebuchadnezzar the high dignitary, and all the other princes of the king of Babylon. When Zedekiah king of Judah saw them, he and all his warriors fled by night, leaving the city on the royal garden road through the gate between the 2 walls. He went in the direction of the Arabah,
But the Chaldean army pursued them, and overtook and captured Zedekiah in the desert near Jericho. He was brought to Riblah in the land of Hamath, where Nebuchadnezzar king of Babylon pronounced sentence upon him. As Zedekiah looked on, his sons were slain at Riblah by order of the king of Babylon, who slew also all the nobles of Judah. He then blinded Zedekiah and bound him in chains to bring him to Babylon. The Chaldeans set fire to the king's palace and the houses of the people, and demolished the walls of Jerusalem. Nebuzaradan, chief of the bodyguard, deported to Babylon the rest of the people left in the city, those who had deserted to him, and the rest of the workmen. But some of the poor who had no property were left in the land of Judah by Nebuzaradan, chief of the bodyguard, and were given at the same time vineyards and farms. Concerning Jeremiah, Nebuchadnezzar king of Babylon gave the following orders through Nebuzaradan, chief of the bodyguard: Take him and look after him, let no harm befall him, but treat him as he himself requests. Thereupon Nebuzaradan, chief of the bodyguard, and Nebuchadnezzar, the high dignitary, and Nergal-Sharezer, the chief officer, and all the nobles of the king of Babylon, had Jeremiah taken out of the quarters of the guard, and entrusted to Gedaliah, son of Ahikam, son of Shaphan, to be brought home. And so he remained among the people. While Jeremiah was still imprisoned in the quarters of the guard, the word of the Lord came to him, Go, tell this to Ebed-melech the Cushite. Thus says the Lord of hosts, the God of Israel, Behold, I am now fulfilling the words I spoke against this city, for evil and not for good, and this before your very eyes. But on that day I will rescue you, says the Lord. You shall not be handed over to the men of whom you are afraid. I will make certain that you escape and do not fall by the sword. Your life shall be spared as booty, because you trusted in me, says the Lord.